ചെമ്പകം. ഓ, ഞാനിതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. അകത്ത് ആരുമില്ല. നീ ആ തീ ഒന്ന് നോക്കിക്കോണേ. കൈ വിടൂന്നേ. മോഷ്ടിക്കുന്നു. ഞാൻ മോഷ്ടിച്ചൊന്നുമില്ല. ആണെങ്കിൽ തന്നെ താനാണ് ചോദിക്കാൻ. ആരാണെന്നോ? ഇവിടുത്തെ പണിക്കാരൻ. ഓ, പണിക്കാരൻ. വല്ലാത്ത പണിക്കാരൻ. എന്താ? ഞാൻ സസ്പെൻഡ് ചെയ്തവളെ ആരുടെ അനുവാദത്തോടു കൂടിയാ താൻ പാടത്തിറക്കിയത്? ചിരിതായി പിരിവ് തന്നില്ലേ? ഇത് പിരിവല്ല. ഞാൻ കള്ളു കുടിച്ചവളുടെ കയ്യെ പിടിക്കാൻ ചെന്ന യൂണിയൻ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കാം. ഓട്ടെ കുട്ടപ്പ, ഏതായാലും ഇറങ്ങിപ്പോയില്ലേ, അവള് പണിയട്ടെ. താൻ പോടോ, കയറി ഇങ്ങോട്ട്. പിന്നെ വിളിച്ചാലുണ്ടല്ലോ എന്റെ കയ്യിൽ അരിവാളായിരിക്കണേ. അത്ര കൈവിടും നീ. ആഹാ, നിന്റെ അരിവാള. എല്ലാത്തിനും കാണിച്ചു തരാം. അവിടെ നിങ്ങളാണ് ഇത് ചെയ്യിച്ചത്. എനിക്കെതിരായി ഇവരെ സംഘടിപ്പിച്ചത്. ആടാ, ഞാനാണ് ഇവരെ സംഘടിപ്പിച്ചത്. സംഘടിപ്പിക്കുന്നത് കാണിച്ചു തരാം. ഇല്ലടാ അവിടെ. കാലാകാലം ജോലി ചെയ്യാതെ അധ്വാനിക്കുന്നവനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി. തൊഴിലാളിക്ക് ബോധമുണ്ടടാ. മേലിൽ തടി കേടാവാതെ സൂക്ഷിക്കും. അയാളുടെ ക്ലാസ് ഭയങ്കര പോറാ. ഞാൻ ഉറക്കം തൂങ്ങി നാശമായിപ്പോയി. അതന്നെ പോറെന്ന് പറഞ്ഞ ഈ ശ്രീമാരുടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കാനാ. ആ, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ രാധേ, നീ കെമിസ്ട്രി കൊടുത്തില്ലേ? സാർ വന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങളെ കൊടുത്തു. സാർ ലാബിലുണ്ട്. ചെല്ലി. ശശി നടന്നോളൂ, ഞാനിത് കൊടുത്തിട്ട് വരാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. പെണ്ണ് മരിച്ചു. പോലീസ് അന്വേഷിച്ചെത്തുന്നതിന് മുൻപേ അവനെ മാറ്റണം. ആ കുട്ടിയുടെ അമ്മയാണ് സർ.
ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. ശ്രീദേവി എപ്പോ വന്നു? ഞാൻ ഇന്നലെ ഇവിടെ ഒരു വഴിപാട്. ചേട്ടൻ വീട്ടിലേക്ക് വരുമോ? ആരെ കാണാൻ? ശ്രീദേവി പോയിക്കോളൂ. ഇന്നെന്തായിരുന്നു വഴിപാട്? എന്തായാലും ചേട്ടനെനിക്ക് വിശ്വാസം ഇല്ലല്ലോ. നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഇതാ പ്രസാദം. അവിടെ വെച്ചേക്കൂ. ഇല്ല, ഇന്നത്തെ പോലെ ഇതും കളയും. ഞാൻ തൊട്ടുതരാം. വേണ്ട. വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശ്രീദേവി, ഈ സ്വാതന്ത്ര്യം ചിലപ്പോ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിക്കും. അരുത്, ഇത് അപകടമാണ്. സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഞാനത് സഹിക്കും. ശ്രീദേവി, പോലീസിനെ ഭയന്ന് വീട്ടുകാർ പോലും അകറ്റി നിർത്തി എനിക്ക് അഭയം തന്ന വീടാണിത്. ഇവിടെ ഒരിക്കലും ഞാനൊരു തെറ്റുകാരനായിക്കൂടാ. എനിക്ക് ശ്രീദേവിയോട് ഇഷ്ടക്കുറവില്ല. സ്നേഹബന്ധങ്ങളെ ആരാധിക്കുന്നവനാണ് ഞാൻ. എന്നാൽ വിവാഹവും കുടുംബജീവിതവുമല്ല, അതിലപ്പുറം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ. ഞാനതിന് തടസ്സമാവില്ല. ചേട്ടന് വേണ്ടി എന്ത് സഹിക്കാം. അരുത് ശ്രീദേവി, നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. കരുണേട്ടനാ? പോലീസിന്റെ നീക്കങ്ങളെ കുറിച്ച് സംശയമുണ്ട്. സഖാവിനെ ഈ താവളത്തിൽ നിന്ന് മാറ്റാനാ തീരുമാനം. വേഗം പുറപ്പെട്ടോളൂ. പുലരുന്നതിന് മുമ്പേ പുഴയ്ക്ക് അക്കരെത്തണം.